സുസ്ഥിര വികസനത്തിന്റെ നൂതന ചിന്തകൾ തേടിയുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ രണ്ടാം ഘട്ട പ്രയാണം ഇന്ന് ആരംഭിക്കുകയാണ്. ഒന്നാം റൗണ്ടിൽ കേരളത്തിലെ 152 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. സ്നേഹവും ആവേശവും തിരതല്ലിയ ഈ യാത്രയിൽ വികസനത്തിന്റെ 152 ചുവടുവെപ്പുകളാണ് ഞങ്ങൾ കണ്ടെത്തിയത്. ഇനിയുള്ള യാത്ര തിരഞ്ഞെടുത്ത 15 പഞ്ചായത്തുകളുടെ വേറിട്ടതും സമഗ്രവുമായ പദ്ധതികളിലൂടെയാണ്. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വിധികർത്താക്കൾ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ മുൻ ഡയറക്ടറുമായ ഡോക്ടർ KP കണ്ണൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നരവംശാസ്ത്ര വിഭാഗം പ്രൊഫസറും മുൻ മേധാവിയുമായ ഡോക്ടർ വിനീത മേനോൻ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ RVG മേനോൻ, മുൻ കൃഷി ഡയറക്ടർ ശ്രീ R ഹേലി, ഇൻഫർമേഷൻ കേരള മിഷൻ ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ പ്രൊഫസർ MK പ്രസാദ്, പൊതുജന ആരോഗ്യ വിദഗ്ധയും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ഐഷ ബീഗം, പ്ലാനിംഗ് ബോർഡിലെ മുൻ അംഗവും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ സ്ഥാപക CEO-യുമായ ശ്രീ G വിജയരാഘവൻ, കൂടാതെ തണലിന്റെ ഡയറക്ടർ ശ്രീമതി S ഉഷ. രണ്ടാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ജൂറി ചെയർമാൻ എന്ന നിലയിൽ കണ്ണമാഷിന് എന്താ പറയാനുള്ളത്? ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ രണ്ടാം ഘട്ടം എത്തുമ്പോൾ കുറെ കൂടി ആവേശം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാം ഘട്ടത്തിൽ 140-ഓളം ഗ്രാമപഞ്ചായത്തുകൾ പങ്കെടുത്തു. മാധ്യമ റിപ്പോർട്ടുകളും ഇത് കണ്ട് ഞങ്ങൾക്ക് പലരും ഞങ്ങളെ കത്ത് മുഖേനയും ഇമെയിൽ മുഖേനയും ഫോൺ മുഖാന്തരവും ഒക്കെ വിളിച്ചറിയിച്ചിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പുതിയ അനുഭവമായിരുന്നു എന്നാണ് തോന്നിയത്. ഈ ത്രിതല പഞ്ചായത്ത് വന്നതിന് ശേഷം ജനങ്ങളുമായി കൂടുതൽ അടുപ്പമുള്ള സ്ഥാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ സംവിധാനം ഇവിടെ വേര് പിടിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഈ ഒന്നാമത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഒന്നാം ഭാഗം എല്ലാവരും കണ്ടത്. ഈ ഒരു രണ്ടാം ഘട്ടം വന്നപ്പോൾ ഏകദേശം 10% പഞ്ചായത്തുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. 140-ൽ നിന്ന് 15 പേർ. അപ്പോൾ ഒരു എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞു എന്ന് പറയാം. രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തുകളിൽ നേരിട്ട് പോയി സന്ദർശിക്കുകയും നേരത്തെ കാണിച്ച കാര്യങ്ങൾ വെർച്വൽ റിയാലിറ്റി ആണോ എന്നുള്ളത് പരിശോധിക്കുകയും അവരുമായിട്ട് സംവദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി കടുപ്പമുള്ള ഒരു സംവാദം നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ചെറിയൊരു വ്യത്യാസം ഈ പ്രാവശ്യം വരുത്തിയിട്ടുള്ളത്, ജൂറിയുടെ നമ്പർ കൂട്ടി. കാരണം 5 തലകൾ കൂടിയിരുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ചിലപ്പോൾ 8 തലകൾ കൂടിയിരിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. പക്ഷേ അതിലുപരി ഈ പഞ്ചായത്തുകൾ സന്ദർശിച്ച ജൂറി മെമ്പേഴ്സ് കൂടെ ഉണ്ടാവണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. 70 മാർക്കാണ് ഈ ഫ്ലോർ ഷോയിലെ ജൂറി മെമ്പർമാർ, 5 റെഗുലർ ജൂറിയും ഒരു ഗസ്റ്റ് ജൂറിയും കൂടി നൽകുന്നത്. പിന്നെ ഫീൽഡിൽ പോയിട്ടുള്ള 2 കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതിനൊരു ചെക്ക് ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ മാർക്ക് ടീം മെമ്പറിൽ ഒരാൾ ഇവിടെ തന്നെ അനൗൺസ് ചെയ്യും, 10 മാർക്ക്. പിന്നെ മൊത്തം ഈ 3 അംഗങ്ങളുള്ള ഈ ടീമിൻ്റെ മൊത്തം ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഓവറാൾ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മാർക്ക്, അതും ഇവിടെ തന്നെ അനൗൺസ് ചെയ്യും. അപ്പോൾ 70, 10, 10 90 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാർക്ക് വിതരണം ഇവിടെ തന്നെ വെച്ച് അറിയാൻ പറ്റും. ബാക്കി 10 മാർക്ക് SMS-ന് ഉള്ളതാണ്. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ആ ദിവസം മുതൽ പിറ്റേ ദിവസം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് വരെ ഉള്ള 24 മണിക്കൂറിലുണ്ടാവും. അതും കൂടി കണക്കിലെടുത്തിട്ടാണ് 100 മാർക്കുള്ള മാർക്ക്. ലേബർ ബാങ്കിന്റെ പേരും പെരുമയുമാണ് തിരുവനന്തപുരം ജില്ലയിലെ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിനെ കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ മുഖ്യസ്ഥാനം നേടിക്കൊടുത്തത്. എന്നാൽ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഒന്നാം റൗണ്ടിൽ അവരെത്തിയത് നൂതനമായ മറ്റൊരു പദ്ധതിയുമായിട്ടാണ്. ശുചിത്വ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയായ നീലപ്പട. നീലപ്പടയുടെ സുസ്ഥിരതയെക്കുറിച്ചും പഞ്ചായത്തിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മുടെ വിധികർത്താക്കൾ നടത്തിയ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്നറിയണ്ടേ? നമുക്ക് സ്വാഗതം ചെയ്യാം കുന്നത്തുകാലിനെ ഈ വേദിയിലേക്ക്.
കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടാതെ ജനപ്രതിനിധികൾ, ഭരണനിർവഹണ ഉദ്യോഗസ്ഥരും ഗുണഭോക്താക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജി ബാലകൃഷ്ണപിള്ളയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ 2ാം റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്ത്. ഇത്രയധികം പഞ്ചായത്തുകൾ മത്സരിച്ചു നിന്ന് എന്താണ് പ്രസിഡന്റ് ഇപ്പോൾ പറയാനുള്ളത്? ഞങ്ങളുടെ പഞ്ചായത്ത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മലയോര ഗ്രാമപഞ്ചായത്താണ്. ആ പഞ്ചായത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ, അവരുടെ പിൻബലമാണ്, അവരുടെ സഹായ സഹകരണങ്ങളാണ്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഞങ്ങൾക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോഴിതാ ഗ്രീൻ കേരളയുടെ 2ാം റൗണ്ടിലേക്കും എത്തിയിരിക്കുന്നു. സന്തോഷം. തിരഞ്ഞെടുത്ത 15 പഞ്ചായത്തുകളിലേക്ക് നമ്മുടെ ജൂറി 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സന്ദർശനം നടത്തിയത്. കുന്നത്തുകാൽ സന്ദർശിച്ച് ജൂറി അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാൻ മടങ്ങിയെത്താം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. രസകരമായൊരു പ്രത്യേകതയുള്ള പഞ്ചായത്താണ് കുന്നത്തുകാൽ. കുന്നത്തുകാലിൻ്റെ റോഡിൻ്റെ ഒരു വശം കേരളവും മറുവശം തമിഴ്നാടുമാണ്. പിന്നെ കുന്നത്തുകാലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ നീലപ്പട തന്നെയാണ്. ഇവരുടെ മാത്രമല്ല, പഞ്ചായത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ഇന്ന് വിധികർത്താക്കളായി നമ്മോടൊപ്പം നമ്മുടെ ജൂറി ചെയർമാൻ കൂടിയായ ശ്രീ KP കണ്ണൻ സാർ, ടെക്നോ പാർക്ക് മുൻ CEO ശ്രീ G വിജയരാഘവൻ സാർ, പരിസ്ഥിതി പ്രവർത്തക ശ്രീമതി ഉഷ മാഡം, ഒപ്പം തന്നെ ഒരു വലിയ നീലപ്പട തന്നെ നമ്മോടൊപ്പം ഉണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട്? ഒരു വാർഡിൽ 10 പേര്. നിങ്ങൾ എല്ലാവരും കുടുംബശ്രീ മെമ്പറാണോ? ആശയിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി വെച്ചാൽ ഫീൽഡിൽ പോയി ഞങ്ങൾക്ക് ഒരാശയ്ക്ക് 250 വീടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ 250 വീടും ഞങ്ങൾ ദിവസം ഒരു 10-12 വീടൊക്കെ വെച്ച് ദിവസം വെച്ച് കയറും. അപ്പൊ 250 വീടും ഒരു മാസം വീട്ടിൽ പോയിട്ട് ആദ്യം കൊച്ചുങ്ങളുടെ ഇമ്മ്യൂണൈസേഷൻ ചോദിക്കും. ഇമ്മ്യൂണൈസേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ചില വീട്ടുകാർക്ക് അത് അറിഞ്ഞൂടാ. അപ്പോൾ ആ കുട്ടികളെ കൃത്യസമയത്ത് ഞങ്ങൾ വീണ്ടും ഈ ഇമ്മ്യൂണൈസേഷൻ ഞങ്ങളെ സബ് സെൻ്ററിലാണെങ്കിൽ 4ാമത്തെ ചൊവ്വാഴ്ചയും 2ാമത്തെ ചൊവ്വാഴ്ച എടുക്കുന്നുണ്ട്. ബുധനാഴ്ച ദിവസം PHCയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൊവ്വാഴ്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ അന്ന് വൈകുന്നേരം വീണ്ടും പോയി എന്തുകൊണ്ട് കൊച്ചിനെ കൊണ്ടുപോയില്ല. അപ്പോൾ അസുഖം ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ ബുധനാഴ്ച വീണ്ടും PHCയിൽ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ ഗർഭിണിയക്കും കുട്ടിയേക്കുമാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും അല്ലാതെ മറ്റുള്ളവർക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹായം എന്ന് വെച്ചാൽ പ്രതിരോധ മരുന്നുകൾ കൊണ്ടു കൊടുക്കുന്നുണ്ട് വീടുകളിൽ. ആരോഗ്യ ശുചിത്വ വോളണ്ടിയർമാർ കൊതുക് നശീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലുടനീളം സ്പ്രേയിംഗ് നടത്തുന്നു. ഇത് സാധാരണ ലാർവിസൈഡിലും ഇൻസെക്ടിസൈഡ് എന്നുള്ള രീതിയിലാണ് ഈ സ്പ്രേയിങ് നടക്കുന്നത്. ലാർവിസൈഡിൽ നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് നമ്മൾ തളിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസങ്ങളിലാണ് മിക്കവാറും ഇവരെ ഉപയോഗിക്കുന്നില്ല. ഇവർ സാനിറ്റേഷൻ സമിതി പ്രവർത്തകർ ആഴ്ചയിൽ 3 ദിവസം ഫീൽഡിൽ പോകുന്നു. അതിൽ 2 ദിവസം ഫീൽഡിലെ ശുചിത്വ പരിപാടികളിലും 3ാമത്തെ ദിവസം ഈ ക്ലോറിനേഷൻ, അതുപോലെ സ്പ്രേയിങ്, സോഴ്സ് റിഡക്ഷൻ എന്നീ പ്രവർത്തനങ്ങൾ. മൂന്നോ 4 ദിവസം അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട് ഒരു 2 ആഴ്ചക്ക് മുന്നേ നടത്തിയിട്ടുണ്ട്. അതിന് മുന്നേ നടത്തിയിട്ടുണ്ട്. ഇത് മഴക്കാലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അസുഖങ്ങളും അതുപോലെ ധാരാളമുള്ള കാലമാണ്. ഈ ഒരു അവസരത്തിൽ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇതിനെതിരെ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജഡ്ജസ് എന്തായാലും അങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്കും പോയി നോക്കാം. അപ്പം മിനി PHC അപ്ഗ്രേഡ് ചെയ്ത് IP കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. അതിലൊന്നാണ് ഇപ്പം ഇവിടെ ഇപ്പം 3 പോസ്റ്റാണ്. 3 അസിസ്റ്റൻസ്, ലാബ് ടെക്നീഷ്യൻ ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്. അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു 5%. 350 ഒക്കെ വരുന്നുണ്ട്. നല്ല എഫക്റ്റീവാണ്. അതിന് ഫീൽഡിലെ കാര്യങ്ങൾ ഉടനെ നമുക്ക് അറിയാൻ പറ്റും. ഫീൽഡ് വർക്ക്, രാവിലെ ഫീൽഡ് വർക്ക്, ഉച്ചശേഷം ഓഫീസ് വർക്ക്, ഹൗസ് ടു ഹൗസ് വിസിറ്റ്. രാവിലെ പോയി ഫീൽഡിൽ 21 വീട് കവർ ചെയ്ത്, പനി ആയതുകൊണ്ട് എല്ലാ വീടും കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടമ്മ. അതുകൊണ്ട് 22 വീട് പോയി 4 ഫീവർ കേസ് കിട്ടി. പിന്നെ ഇമ്മ്യൂണൈസേഷന് കുട്ടികളെ പറഞ്ഞു വിട്ട്, ആൻറ്റിനേറ്റലുണ്ടെങ്കിൽ അവർക്ക് കെയർ കൊടുത്തു.
നല്ല ഹാപ്പി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ആരോഗ്യ പ്രവർത്തനങ്ങളിലും നീലപ്പടയിലെ ചേച്ചിമാർ ശ്രദ്ധ ചെലുത്തുന്നുണ്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇതൊരു രോഗിയുടെ വീടാണ്. ചേച്ചിമാർ അവിടെ എത്തി അവരെ പരിചരിക്കാൻ പോവുകയാണ്. ജഡ്ജസും ഒപ്പം ഉണ്ട്. BP ഗുളിക 1 മാസത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം 1 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ഗുളിക 1 മാസത്തേക്ക് കൊടുക്കും. ഈ ചേച്ചിമാർ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് പറയും, നമ്മൾ എടുത്ത് കൊടുക്കും. ഇവരെല്ലാം നല്ലോണം നോക്കണ്ടോ? സ്നേഹമാണ് അല്ലേ? മക്കളെ പോലെയാണല്ലേ? പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന 4 ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിലൊന്നാണ് എള്ളുവിള ക്ഷീരോത്പാദക സഹകരണ സംഘം. 2000 ലിറ്റർ പാൽ വരെ ഇവിടെ സംഭരിച്ചു വരുന്നു. 800ഓളം മെമ്പർമാരുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 160 പേരെ പാല് കൊടുക്കുന്നുണ്ട്. അപ്പൊ പാല് കൊടുക്കാത്തവർക്ക് മെമ്പർമാരായി തുടരാമോ? മെമ്പർമാരായി തുടരാം. അതിന് 3 വർഷം പാൽ ഒഴിച്ചില്ലെങ്കിൽ മെമ്പർ സ്ഥാനം അങ്ങനെ ക്യാൻസലാവും. അങ്ങനെ ക്യാൻസൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിലും ചെയ്യാന്നുള്ള സർക്കാരിന്റെ ഓർഡർ ഉണ്ട്. ചെയ്യേണ്ടത് തന്നെ. മരിച്ചുപോയവരുണ്ടെന്ന് പറയുന്നു. അതൊക്കെ ക്യാൻസലാക്കും. ഇവിടെ 2200 ലിറ്റർ പാൽ വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴേതാണ്ട് ഈ ഉൽപാദന ചെലവും പാൽ വില വളരെ കുറവാണല്ലോ. അതുകൊണ്ട് ആൾക്കാർ ഇതിനൊക്കെ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കിട്ടിയാൽ നിങ്ങൾക്ക് ലാഭമായിട്ട് കൊടുക്കാം? ലാഭമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 22 രൂപയെങ്കിലും കർഷകന് കിട്ടണം. കിട്ടിയാലേ ഇന്നത്തെ ആഹാര ഇല്ല കിട്ടില്ല. അപ്പം 14 രൂപ മുതൽ അങ്ങോട്ട് 16 രൂപ 17 രൂപ 18 രൂപയൊക്കെ വിലയുള്ളൂ. അതെ, അതനുസരിച്ചുള്ള വില കിട്ടുന്നു. ഇവിടെ ഇപ്പോഴും ഇവിടെ 1600 ചില്ലോ 1609 ലിറ്റർ ഉണ്ട്. കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. 20 പുരുഷന്മാരാണ് ഈ സംഘത്തിലുള്ളത്. പശു വളർത്തൽ കേന്ദ്രം ഇവർ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു മൈക്രോ ഫിനാൻസ് സംരംഭവും ഇവർക്കുണ്ട്. കാർഷിക വിപണന സംഭരണ കേന്ദ്രവും ഇവർ നടത്തുന്നുണ്ട്. 20 പുരുഷന്മാർ അംഗങ്ങളായിട്ടുള്ള കൈരളി പുരുഷ സ്വയം സഹായക സംഘത്തിന്റെ പശു വളർത്തൽ കേന്ദ്രമാണ് ഇത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ 4 ക്ഷീരകർഷക സംഘങ്ങൾ വഴി ഗ്രാമത്തിൽ തന്നെ വിതരണം ചെയ്യുന്നു. ഇവിടെ കൃഷി ചെയ്തെടുക്കുന്ന കൊലയും നാളികേരവും ആണ് ഇവിടെ എടുക്കുന്നത്. നമ്മുടെ ലോക്കലായിട്ട് തന്നെ കൂടുതലും സെയിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് രാവിലെ വന്നത്. പ്രീ പ്രൈമറി തലം മുതൽ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അംഗൻവാടികളിൽ കമ്പ്യൂട്ടർ നൽകിയിട്ടുണ്ട്. അംഗൻവാടിയിൽ നിന്ന് പോകുന്ന കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നല്ല നിലവാരം പുലർത്തുന്നു. കാരണം അവരോട് എന്ത് ചോദിച്ചാലും കഥ പറയുന്നു, കഥാപ്രസംഗം പറയുന്നു, നമ്മുടെ ജില്ലയുടെ പേര് പറയുന്നു, മന്ത്രിയുടെ പേര് പറയുന്നു. അതൊക്കെ കൊള്ളാം. അവർക്ക് ഈ പ്രാഥമികമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെത്താൻ ചെയ്യിക്കാൻ പഠിപ്പിക്കും. പിന്നെ സ്വയം ആഹാരം കഴിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യും. കൈയൊക്കെ വൃത്തിയാക്കി തുടയ്ക്കാനും അതും ഒക്കെ ആയിട്ട്. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. കണ്ടോ ഇവരൊക്കെ നമ്മളെ കളിയാക്കുന്നത്. ശാസ്ത്രാവബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച നൂതനമായ ഒരു പദ്ധതിയാണ് പ്രാഥമിക വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം. 4 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്നും ശാസ്ത്രാഭിരുചിയുള്ളവരെ തെരഞ്ഞെടുത്ത് അവർക്ക് ശാസ്ത്ര വിഷയത്തിൽ കൂടുതൽ അറിവ് നൽകുകയും ശാസ്ത്ര ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അവസരമൊരുക്കുകയുമാണ് ഇവിടെ. കൂടാതെ എല്ലാ വർഷവും സൗജന്യ പഠനയാത്രയും നടത്തുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് വാച്ച്. സ്റ്റോപ്പ് വാച്ച് കൊണ്ട് എന്തോ പ്രയോജനം കാണുന്നത്? സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയം അറിയാൻ പറ്റും. ഇത് സ്പ്രിംഗ് മോനോമീറ്റർ ആണ്. ഇത് പ്രഷർ അളക്കാൻ വേണ്ടി